السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد، فقد قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട ഹാജിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. പരിശുദ്ധ ഹജ്ജ് കർമ്മം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൂടെ അതിൻ്റെ ഏറ്റവും ശരിയായ രൂപത്തിൽ ചെയ്യണം എന്ന ലക്ഷ്യത്തോടെയാണ് ഹജ്ജിൻ്റെ അഅ്മാലുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ യൗമു തർവിയ അഥവാ ദുൽഹിജ്ജ 8 അന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വളരെ സവിസ്തരം വിശദീകരിക്കണ്ടായി. ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്ന ദുൽഹിജ്ജ 9 യൗമു അറഫ, അതുപോലെ തന്നെ യൗമുൻ നഹർ. സമയം അനുവദിക്കുമെങ്കിൽ ഇൻഷാ അല്ലാഹ് അതും കൂടി കവർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. യൗമു അറഫ, ദുൽഹിജ്ജ 9 യൗമു അറഫയാണ്. യൗമു അറഫ എന്നത് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്. അൽ വുഖൂഫു ബി അറഫ, അറഫയിൽ നിൽക്കുക എന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഹജ്ജിന് വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മൃഗത്തിൻ്റെ പുറത്ത് അവിടുന്ന് വരികയും അറഫയിലെ പ്രധാനപ്പെട്ട ഭാഗത്ത് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമിറയുടെ ഭാഗത്താണ് ഒരു രോമത്തിൻ്റെ ടെന്റ് ഉണ്ടാക്കപ്പെടുകയും അവിടെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നിട്ടുള്ളത്. അതിൻ്റെ സമയം തുടങ്ങുന്നത്, അറഫയിൽ നിൽക്കുന്നതിൻ്റെ സമയം തുടങ്ങുന്നത് യൗമു അറഫ എന്ന് വിളിക്കപ്പെടുന്ന ദുൽഹിജ്ജ 9 സൂര്യൻ മധ്യാഹ്നത്തുനിന്ന് തെറ്റിയത് മുതൽ, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, ഏകദേശം അതിൻ്റെ സമയം പിറ്റേ ദിവസം ഫജ്ർ സ്വാദിഖ് വരെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അറഫയിൽ വരികയും അവിടെ നിൽക്കുകയും അവിടെ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തരുകയും ചെയ്തു. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്, സൂര്യൻ മധ്യാഹ്നത്തുനിന്ന് തെറ്റിയാൽ
മധ്യാഹ്നത്തുനിന്ന് തെറ്റിയതിന് ശേഷമാണ് ഇമാമോ അല്ലെങ്കിൽ ഇമാമായി ഇമാമിന്റെ പകരക്കാരനായിട്ടോ നിശ്ചയിക്കപ്പെട്ടയാൾ അവര് ഖുത്ബ നിർവഹിക്കും. ആദ്യം ആ ഖുത്ബ നിർവഹണത്തിന് ശേഷമാണ് ളുഹറും അസ്റും കൂടി ജംഉം ഖസ്റുമായി അവിടുന്ന് ളുഹറിന്റെ സമയത്ത് നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതിലെന്തൊക്കെയാണ് പറയേണ്ടതെന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലല്ല, അതുകൊണ്ട് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. അഥവാ ഖത്തീബ് എന്തൊക്കെയാണ് അവിടെ പറയേണ്ടത്, സാധാരണഗതിയിൽ ഹാജിമാര് അന്ന് ചെയ്യേണ്ടതും അടുത്ത ദിവസങ്ങളിൽ ചെയ്യേണ്ടതുമായ വിഷയങ്ങളും അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന തഖ്വയെ സംബന്ധിച്ചും ഒക്കെയുള്ള ശക്തമായ തസ്കിയത്തും തർബിയത്തും കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമാണ് അന്ന് അവിടെ നടക്കുക. അതോടനുബന്ധമായിട്ട് സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യങ്ങൾ എന്തൊക്കെ വേണമോ അതൊക്കെ അവിടുന്ന് ഉപദേശ നിർദ്ദേശങ്ങൾ ചെയ്തു കൊടുക്കണം. അതിനുശേഷം നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പ്രാർത്ഥനയിലും കാര്യങ്ങളിലേക്കുമൊക്കെ നീങ്ങുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയം, അറഫയിൽ നിൽക്കുന്ന ആളുകളിൽ ഒന്നാമത്തെ വിഷയം, ഉച്ചതിരിഞ്ഞത് മുതൽ അവരാദ്യം ചെയ്യുന്ന പ്രവർത്തനം നമസ്കാരമാണ്. ആ ഖുത്ബ പ്രസംഗം കഴിയും, അതിനുശേഷം നിസ്കാരം. ആ ഇമാമിന്റെ ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ, അതിൽ പങ്കെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഓരോരുത്തർക്കും എന്ത് ചെയ്യാം, അവരവരുടെ രൂപത്തിൽ ജമാഅത്തായി നിർവഹിക്കാവുന്നതാണ് എന്നാണ്. ഓരോരുത്തരും അവരവരുടെ പ്രദേശങ്ങൾ എന്ത് ചെയ്യാം, ആ നമസ്കാരത്തിന് ഒരുമിച്ച് ചേർന്ന് നിർവഹിക്കാവുന്നതാണ് എന്നാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടെന്റുകളിലെല്ലാം ആ നമസ്കാരത്തോടൊപ്പം നമസ്കാരം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഖുത്ബ കേട്ടതിന് ശേഷം, അത് അറബിയിലെ ഖുത്ബ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടെന്റുകളിൽ അതിൻ്റെ ഒരു മലയാള പരിഭാഷ അഥവാ ആ വിഷയം എന്താണ് പറഞ്ഞത് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ഒരു സംസാരം ഉണ്ടാകും എന്ന് മാത്രം. ഇനി മറ്റൊരു കാര്യം അതിലേക്ക് ചേർത്ത് പറയേണ്ടത്, അറഫയിൽ ഒരാൾക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾക്ക് ഹജ്ജ് ഉണ്ടാകൂല എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ അറഫ എന്ന് നിശ്ചയിക്കപ്പെട്ട സ്ഥലമാണ് താൻ നിൽക്കുന്നത് എന്ന് ഉറപ്പിക്കണം. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഓരോരുത്തരും ഇജ്തിഹാദ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളുടെ ടീമിന് നിശ്ചയിക്കപ്പെട്ട ഒരു ടെന്റ് ഉണ്ടാകും, ആ ടെന്റിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മൾ അറഫയിലാണോ അല്ലേ എന്ന ചിന്തയൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഉണ്ടാവില്ല. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നിൽക്കുന്നത് അറഫയിലാണ് എന്ന് ഉറപ്പിക്കണം. കാരണം അറഫയുടെ ഉള്ളിലാണെന്ന് തോന്നുന്ന പല സ്ഥലങ്ങളും അറഫയല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ മക്ക സിയാറ പോയപ്പോൾ അറഫയുടെ ബോർഡുകൾ നമ്മൾ കണ്ടു. മഞ്ഞയിൽ ബിദായത്ത് അറഫ, നിഹായത്ത് അറഫ, അഥവാ അറഫ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്, അറഫ എൻഡ് ഇവിടെയാണെന്ന് കാണിക്കുന്ന മഞ്ഞ ബോർഡുകളൊക്കെ കണ്ടിരുന്നു. കാരണം മസ്ജിദുൽ നമീറ എന്നറിയപ്പെടുന്ന ഒരു പള്ളിയുണ്ട്. മസ്ജിദ് നമീറ എന്നറിയപ്പെടുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളി അതിൻ്റെ ഭാഗവും അറഫയിലല്ല, പുറത്തുള്ളത്. കുറഞ്ഞ ഭാഗം മാത്രമേ അറഫയിലേക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പള്ളിയുടെ ഭാഗത്ത് പോകുന്ന ഒരാൾ പള്ളിയിൽ ഇരിക്കാന്ന് വെച്ചോളി, അറഫയാണെന്ന് വിചാരിച്ച് പള്ളീന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇരുന്നാൽ അയാൾ വഖൂഫ് ബി അറഫയിലാവൂല. ഉണ്ട്, ഓരോ സ്ഥലങ്ങളും കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വാദി ഉർന എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രദേശമുണ്ട്. വാദി ഉർന, ബത്ന ഉർന എന്നും പറയും, ഉറന എന്നാണ് പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വന്ന സമയത്ത് അവിടുന്ന് പ്രസംഗം നടത്തിയത് വാദി ഉറനയിലാണ്. യഥാർത്ഥത്തിൽ വാദി ഉറന എന്തല്ല, അറഫല്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുകയും ചെയ്തു, വഖഫ്തു ഹാഹുന വഅറഫ്തു കുല്ലുഹാ വഅറഫതു കുല്ലുഹാ മൗഖിഫ് വർതഫിഉ അൻ ബത്നി ഉറന. വഖഫ്തു ഹാഹുന, ഞാൻ ഇവിടെ നിന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഞാൻ ഇവിടെ നിന്നു. എവിടെ നിന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന സ്ഥലം ജബലുർ റഹ്മ എന്ന് ഇപ്പോൾ വിളിക്കുന്ന ഒരു ചെറിയ കുന്നുണ്ട്. ജബലുർ റഹ്മ എന്നാണ് ഇപ്പൊ അതിന്റെ പേര്. ആ ജബലുർ റഹ്മയുടെ അടുത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ താഴ്ഭാഗത്ത് ഒരു കല്ലിന്റെ അടുത്താണ് പ്രവാചകൻ നിന്നിട്ടുള്ളത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വഅറഫ കുല്ലുഹാ മൗഖിഫ്, അറഫ മുഴുവനും നിൽക്കാനുള്ള സ്ഥലമാണ്. അറഫയിൽ എവിടെയും എന്ത് ചെയ്യാം, നിൽക്കാവുന്നതാണ്. വർതഫിഉ അൻ ബത്നി ഉറന, നിങ്ങൾ വാദി ഉറന അവിടുന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഉയർന്നു നിൽക്കണം, അവിടുന്ന് മാറി നിൽക്കണം. കാരണം അത് അറഫയിൽ പെട്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാദി ഉറനയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, അവിടുന്ന് സംസാരം നടത്തിയിട്ടുണ്ട്. ഒരാൾ പറയാണ് അവിടെ നിബിതങ്ങൾ കുത്തുബ നടത്തി, അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് അറഫയാകൂ, അവിടെ നിന്ന് അറഫയാവൂല. അതുകൊണ്ട് റസൂൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന്, നിങ്ങൾ അവിടുന്ന് ഉയർന്നു പോകണം, അവിടുന്ന് മാറിപ്പോകണം, നിങ്ങൾ അറഫയിലേക്ക് ചേർന്ന് നിൽക്കണം എന്നാണ്. അപ്പൊ അറഫ ആണ് എന്ന് ഉറപ്പിക്കലാണ് പ്രധാനപ്പെട്ട പണി. മറ്റൊന്നാണ് അറഫയിലെ പ്രാർത്ഥന. ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന അറഫയിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ദുആഇ ദുആഉ അറഫ, ദുആഉ യൗമി അറഫ. ഏറ്റവും ഖൈറായ നന്മയുള്ള ഗുണമുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അറഫയിലെ പ്രാർത്ഥനയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണ് അറഫയിലെ പ്രാർത്ഥന. ഇതറിയാത്ത ആരെങ്കിലും കൂടുതലുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതറിയാത്ത ആരെങ്കിലും കൂടുതലുണ്ടോന്ന്? ഉണ്ടോ? ഇല്ല. ഇതാണ് അറഫയിലെ പ്രാർത്ഥന. വേറൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങോട്ട് വരുന്നുണ്ട്. അറഫയിലെ പ്രാർത്ഥനയായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കിതാണ്, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ദുആയിൽ ഏറ്റവും ഖൈറായത് അറഫയിലെ ദുആയാണ്. വഅഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും അഫ്ളലായത്, ഏറ്റവും ഖൈറായത്, ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പ്രാർത്ഥനയാണ് എന്നാണ്. ഇതൊരു പക്ഷെ നമ്മൾ വിചാരിക്കുന്നതിനകത്ത് പ്രാർത്ഥന എവിടെ ഉള്ളത് അല്ലേ? ഇതിലെവിടെ പ്രാർത്ഥന ഉള്ളതെന്ന് നോക്കൂലേ? എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതിലെവിടെ പ്രാർത്ഥന? ഇതിലെവിടെ പ്രാർത്ഥന? ആലോചിക്കും, എന്താ പ്രാർത്ഥന? എന്തായാലും ചോദിക്കലല്ലേ ഈ പ്രാർത്ഥന, പഠിച്ചോനെ അത് തരണേ, ഇത് തരണേ, അങ്ങനെ ആക്കണേ, ഇങ്ങനെ, ഇതല്ലേ പ്രാർത്ഥന എന്ന് പറയും. ഇതിലെവിടെ പ്രാർത്ഥന എന്ന് തോന്നൂലേ? അല്ലേ? ഇതിലെവിടെ പ്രാർത്ഥന എന്ന് തോന്നൂലേ? ശരിക്കു പറഞ്ഞാൽ ഒരു മനുഷ്യൻ റബ്ബിനോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണത്. കാരണം തൻ്റെ എല്ലാ കാര്യങ്ങളും റബ്ബിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അടിമ ഉടമക്ക് പൂർണ്ണമായ വിധേയത്വം നടത്തുമ്പോൾ അവന്റെ എല്ലാം അടിമ ഉടമയുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. സമ്പൂർണമായും സറണ്ടർ ആകുക എന്ന് പറയില്ലേ, എല്ലാം നിനക്കാണ്, ഞാനത് അംഗീകരിച്ചു പൂർണ്ണ മനസ്സോടെ പൂർണ്ണമായ എൻ്റെ ശരീരത്തെ നിനക്ക് വിധേയപ്പെടുകയാണ്. ഇനി നീ എനിക്ക് തന്നോളി എന്നാണ് പറഞ്ഞത്. ഇനി എനിക്കെന്ത് തരാൻ മടി? തിരിഞ്ഞോ? മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞ്? അതാണ് ആ പ്രഖ്യാപനം. ഞാനും ലോകത്ത് കടന്നുപോയ മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞ വാക്കതാണ്.
ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുകൊണ്ട് എല്ലാത്തിനും കഴിവുള്ളവനാണ് നീ. നിനക്കാണ് സ്തുതി, അഖിലവും നിനക്കാണ്, അധികാരങ്ങൾ മുഴുവനും നിനക്കാണ്. നീയല്ലാതെ ആരാധനയ്ക്ക് ഒരർഹരുമില്ല, ഒരാളുമില്ല. ഞാൻ പ്രഖ്യാപിക്കാൻ. അതുകൊണ്ട് നിന്നെ അങ്ങോട്ട് പരിഗണിക്കുന്ന എന്നെ നീ ഇങ്ങോട്ട് പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ഒരടിമക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയും അള്ളാഹുവിന് അടിമയോടുള്ള ബാധ്യത എന്താണ്? ഒരടിമക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത, അള്ളാഹുവിന് അടിമയോടുള്ള ബാധ്യത നമ്മൾ തീരുമാനിച്ചല്ല, അള്ളാഹ് പറഞ്ഞതാണ്. എന്താ ഒരടിമ അള്ളാഹുവിനോട് ചെയ്യേണ്ട ബാധ്യത? എന്താണത്? ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു. എന്ത്? ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു. ഒന്നുകൂടെ പറ, വഹ്ദഹു ലാ ശരീക ലഹു. ഇതാണ് അടിമക്കുടമയോടുള്ള ബാധ്യത. അഥവാ ആരാധന അവന് മാത്രം അർപ്പിക്കണം, അവനൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നതാണ് ഒരടിമ ഉടമയോട് അഥവാ അടിമ അള്ളാഹുവിനോട് ചെയ്യേണ്ടുന്ന ബാധ്യത. എന്നാൽ അള്ളാഹു ആ അടിമയോട് ഇങ്ങോട്ട് ചെയ്യേണ്ട ബാധ്യത എന്താ? അങ്ങനെ അടിമ ഉടമക്ക് പൂർണ്ണമായും വിധേയനായാൽ ആ അടിമയെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് ആരുടെ ബാധ്യത? അള്ളാഹുവിന്. അത് അള്ളാഹ് പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞ ഒരാളെ ഞാൻ ശിക്ഷിക്കില്ല, അതെന്റെ ബാധ്യതയാണ് എന്ന് അള്ളാഹു പറഞ്ഞു. ഈ പ്രക്രിയയാണ് എന്ത് ചെയ്യുന്നത്? അറഫയിൽ പ്രഖ്യാപിക്കപ്പെടുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പ്രഖ്യാപനം അങ്ങോട്ട് പൂർണ്ണമായും നടത്താണ് നമ്മൾ. ഇനി റബ്ബ് തന്ന ഓഫർ ഇങ്ങോട്ട് കിട്ടും നമുക്ക്. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അതുകൊണ്ടാണ് പ്രവാചകന്മാർ മുഴുവനും ഈ പ്രാർത്ഥന നടത്തിയത്. ഇതാണ് അറഫയിൽ നമ്മൾ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന. മാത്രമല്ല, ആ ദിവസത്തിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന ആളുകളുടെ മുന്നിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യഅ്തിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ വഇന്നഹു ലയദ്നു ثم യുബാഹി ബിഹിമുൽ മലായിക ഫയഖൂലു മാ അറാദ ഹൗലാ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫ ദിവസത്തെക്കാൾ നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന ഒരു ദിവസവും ഇല്ല. ധാരാളം ആളുകൾ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ദിവസമാണേത്? അറഫയുടെ ദിവസം. അന്ന് അള്ളാഹു ഈ ആളുകളിലേക്ക് അടുത്തു വരും. അവരിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ അടുത്ത് പോയി മലക്കുകളോട് അള്ളാഹു അഭിമാനം പറയുന്നു. യുബാഹി ബിഹിമുൽ മലായിക, മലക്കുകളോട് അള്ളാഹു അഭിമാനം പറയാൻ. എന്നിട്ട് ചോദിക്കാണ്, മലക്കുകളെ, മാ അറാദ ഹൗലാ, ആ കൂട്ടരെന്താ ഉദ്ദേശിക്കണേ? നിങ്ങളല്ലേ പറഞ്ഞെന്ത്? നിങ്ങളെന്ത് പറഞ്ഞു? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അപ്പൊ എന്താ പറഞ്ഞ്? ഖാലു അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. ആ പറഞ്ഞ ആളുകളാണ് ഈ കാണുന്നത്. സമ്പൂർണമായും ഞാൻ പറഞ്ഞത് പൂർണ്ണമായും സ്വീകരിച്ച് അവരെനിക്ക് വേണ്ടി എന്റെ മുന്നിൽ സമ്പൂർണമായും സറണ്ടറായി ശക്തമായി തൽബിയത്ത് പ്രഖ്യാപിച്ച് അവർ എന്റെ വഹ്ദാനിയത്ത് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മലക്കുകളെ കേട്ടോളീം, ഞാൻ അവിടെ കൂടി എല്ലാവർക്കും പുറത്തു കൊടുത്തിരിക്കുന്നു. ഞാൻ അവർക്ക് എല്ലാവർക്കും പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് മലക്കുകളോട് പറയുന്ന ഏറ്റവും സുന്ദരമായ ഏറ്റവും ഗൗരവതരമായ ദിവസമാണത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. ഈ പ്രാർത്ഥന മാത്രമല്ല, വേറെയും പ്രാർത്ഥനകളുണ്ട്. അതിന് മുമ്പ് ഒരു പോയിന്റ് കൂടി പറയട്ടെ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമുണ്ട്, മാമിൻ മുസ്ലിമിൻ യദ്ഉല്ലാഹ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതിഅത്തു റഹ്മിൻ ഇല്ലാ അഅതാഹു അല്ലാഹു ബിഹാ ഇഹ്ദാ സലാസ്. ഏതൊരു മുസ്ലിമും അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, ആ ദുആയിൽ ഒരു പാപപരമായ പരാമർശമില്ല,
അതുപോലെ തന്നെ കുടുംബ ബന്ധം മുറിക്കുന്ന ഒരു വർത്തമാനവുമില്ല. ഇത് രണ്ടുമില്ലാത്ത രൂപത്തിൽ ഏതൊരു മുസ്ലിം ദുആ ചെയ്താലും ആ ദുആക്ക് അള്ളാഹു മൂന്നിലൊരു രൂപത്തിൽ ഉത്തരം നൽകാതിരിക്കില്ല. മൂന്നാലൊരു രൂപത്തിൽ എന്ത് ചെയ്യും? ഉത്തരം നൽകാതെ ഇരിക്കില്ല. അതിൽ ഒന്നാമത്തത്, അവർക്ക് ഉടൻ തന്നെ ഉത്തരം കൊടുക്കും. ഉടൻ തന്നെ, അഥവാ സ്പോട്ടിൽ ഉത്തരം കൊടുക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് പരലോകത്തിലേക്ക് അല്ലാഹു അല്ലെങ്കിൽ പരലോകത്തിലേക്ക് അല്ലാഹു അത് സൂക്ഷിച്ചു വെക്കും. അല്ലെങ്കിലോ ഇവനെ ബാധിക്കാനിരിക്കുന്ന ഒരു ഷർറിൽ നിന്ന് അല്ലാഹു എന്ത് ചെയ്യും? ഇവനെ മാറ്റും. മൂന്നാലൊരു കാര്യം ഉറപ്പാണ്. ഒന്നെങ്കിൽ ഉടൻ തന്നെയും കിട്ടും, അല്ലെങ്കിൽ അത് ചോദിച്ചതല്ല, അതിനേക്കാളും വലിയ വേറൊരു ഷർറ് അവന് വരാനുണ്ടെങ്കിൽ ആ ഷർറങ്ങ് തട്ടിമാറ്റും. അല്ലെങ്കിൽ ഈ ചോദിച്ചതിന്റെ എല്ലാം പ്രതിഫലം നാളെ റബ്ബിന്റെ അടുത്ത് എത്തുമ്പോ പൂർണ്ണമായും നൽകപ്പെടും. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഉത്തരം നൽകപ്പെടും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ നുക്തിർ, അതുകൊണ്ട് നാം പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ വർദ്ധിപ്പിക്കുന്നു നമ്മൾ. അപ്പൊ കിട്ടിയോ? ചോദിച്ചത് കിട്ടിക്കണോ? ഇല്ല. എന്നാൽ ഞാൻ ചോദിക്കാത്ത പലതും എനിക്കിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പല സംഗതികളിലും എന്റെ പ്രയാസങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി രണ്ടും നടന്നില്ല നോക്ക. ഞാൻ ചോദിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് വിഷമങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഉറപ്പിച്ച് ഞാൻ സന്തോഷിക്കും. അപ്പോ എന്താ കാര്യം? ഇവിടുത്തെ ഈ ചെറുത് തരാതെ പടച്ചവൻ എന്ത് ചെയ്യാണ്? അവിടെ തരാൻ. ഇവിടെ എല്ലാം തരുന്ന കിട്ടുകയാണെങ്കിൽ ബേജാറ് കൂടല. ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതും എല്ലാം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നാൽ ബേജാറ് കൂടുകയാണെന്നാണ്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ പണക്കാരനാണ്. മദീനയിലെ ഏറ്റവും വലിയ കുബേരൻ. ഒരു കല്ലിങ്ങനെ ഉയർത്തിയാൽ അതിന്റെ അടിയിലും ഒരു നാണയം ഉണ്ടാകും എന്നൊക്കെ പറയപ്പെടുന്നു അദ്ദേഹത്തെ കുറിച്ച്. അത്രയും വലിയ കുബേരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തെ പരിചയപ്പെടുത്തുമ്പോൾ ആ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കുന്ന ഒരു വാഗുണ്ട്. ഒരു നോമ്പിന്റെ സമയത്ത് അദ്ദേഹത്തിന് തീൻമേശയിൽ നിറച്ച് ഭക്ഷണങ്ങളുണ്ട്. ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് വെച്ച് നോമ്പ് തുറക്കാനുള്ളത്. ആ ഭക്ഷണങ്ങളൊക്കെ കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. ആള് സ്വർഗം കൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട 10 ആളുകളിൽ ഒരാളാണ്. അദ്ദേഹം കരയുന്ന കണ്ടപ്പോൾ ഖാദിമീങ്ങൾ വിചാരിച്ചു, അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കി വെച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും കുറവുണ്ടാകുമോ? താൻ ഉദ്ദേശിച്ച പോലെ കിട്ടാത്തത് കൊണ്ടാണോ? ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന വാക്ക്. അദ്ദേഹം പറഞ്ഞത്, ഞാനിപ്പോ ആലോചിച്ചു പോവുകയാണ്, പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന എന്റെ കൂടെ ഉണ്ടായിരുന്ന ധാരാളം ആളുകളുണ്ട്. അതിൽ എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരാളുണ്ട്. മദീന മക്കയിലെ ഏറ്റവും വലിയ കുബേരനായ ഉമൈറിന്റെ മകൻ മുസ്അബ് എന്റെ കൂടെയുള്ള ആളായിരുന്നു. ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അദ്ദേഹം ഷഹീദാക്കപ്പെട്ടു. ആ കുബേരന്റെ മകനെ മറമാടാൻ അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രമല്ലാതെ വേറൊന്നും കിട്ടിയില്ല. അവസാനം ഇത് ഖുർപുല്ല് കാലിലേക്ക് വലിച്ചിട്ട് കൊണ്ട് മൂടാൻ അദ്ദേഹത്തെ മറമാടാൻ അള്ളാന്റെ റസൂൽ പറഞ്ഞു. തലയിലേക്ക് എത്തുന്ന ഒരു കരിമ്പടം മാത്രമിട്ട് ബാക്കി അങ്ങോട്ട് പുല്ലുകൊണ്ട് മറച്ച് അദ്ദേഹത്തെ മറമാടുന്നത് കണ്ട ആളാണ് ഞാൻ. പക്ഷേ ഞാനിപ്പോ പേടിക്കണം എന്താണെന്നറിയോ? ഞാനിപ്പോ പേടിക്കണത് എനിക്ക് തരാനുള്ളതൊക്കെ റബ്ബ് എനിക്ക് ദുനിയാവിൽ തന്നെ തന്നു തീർക്കാണെന്ന് എനിക്കൊരു ബേജാറുണ്ട്. അതുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ് എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഒരുപക്ഷെ ചില ആളുകൾ നമ്മളൊക്കെ പറയും, എന്ത് നിനക്കെല്ലാം കിട്ടിക്കണോ, എനിക്കെല്ലാം തന്നിക്കണ്, എനിക്കൊരു ബേജാറുമില്ല എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ടി വരും ചിലപ്പോ. ആ തരാനുള്ളതൊക്കെ ഇവിടുന്ന് തന്നെ തന്നു തീർക്കാന്നൊരു ബേജാറ്. കുറെ കിട്ടാതെ നിൽക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് എനിക്ക് എന്തായാലും ചോദിച്ചാൽ അവിടെ കിട്ടുമല്ലോ, എന്തായാലും അവിടെ ഉണ്ടാകുമല്ലോ ആ ചിന്ത. അതുകൊണ്ട് അറഫയിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു ചിന്ത മനസ്സിലുണ്ടായിക്കോട്ടെ. അറഫയിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു ചിന്ത ഉണ്ടായിക്കോട്ടെ. പടച്ചവനോട് ചോദിക്കാൻ ധാരാളം പ്രാർത്ഥനകൾ നിങ്ങളെ ഗ്രൂപ്പിൽ അത് വരും. നിങ്ങൾക്ക് പിന്നെ ഖുർആനിൽ വന്ന ധാരാളം പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. ഹദീസിൽ വന്ന പ്രാർത്ഥനകൾ ധാരാളമുണ്ട്. അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാം. സമയമുണ്ട്. സൂര്യൻ മധ്യാഹ്നത്തെത്തി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞത് മുതൽ ഏതുവരെ?
ഏകദേശം മഗ്രിബ് വരെ സമയം. മഗ്രിബ് കഴിഞ്ഞ് മഗ്രിബ് പൂർത്തിയായിട്ടാണ് നമ്മൾ പുറത്തു വരിക. അതുവരെ സമയമുണ്ട്. വെറും വർത്താനല്ല, ധാരാളമായി പഠിച്ചവനോട് ദുആ ചെയ്തുകൊണ്ട് ഇരിക്കാനുള്ള പ്രാർത്ഥനയാണ്. ധാരാളം പ്രാർത്ഥനകളുണ്ട്. ഞാൻ എല്ലാം കൂടി പറയാൻ പറ്റില്ല. ഏകദേശം ഒരു 125ഓളം പ്രാർത്ഥനകൾ, 125ഓളം പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ ഇതെല്ലാം കൂടെ ഗ്രൂപ്പിൽ ഇടൂല കേട്ടാ. പിന്നെ അതുമ കെട്ടിമറിഞ്ഞ് കിടക്കും. പക്ഷെ എനിക്കൊരു കാര്യം പറയണ്ട, അതൊക്കെ നിങ്ങൾ ഖുർആൻ വന്ന പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചോളൂ. അതും അതിന്റെ അർത്ഥമൊക്കെ കിട്ടുന്നത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു നേരത്തെ. അതൊക്കെ ഒന്ന് നോക്കിക്കൊള്ളുക. പക്ഷെ അത് പറയുന്നതിന്റെ കൂട്ടത്തിൽ, അതിനേക്കാൾ ഉപരി അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കാര്യങ്ങൾ നമ്മളുടേതായ കുറെ വിഷയങ്ങളുണ്ട്. മനസ്സിലായോ? അതൊന്ന് പറയാനുണ്ട്. അത് റബ്ബിനോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കാം. ഇനി ഞാൻ അതിന്റെ രൂപം കൂടി പറയാം. ആ പ്രാർത്ഥനയിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അറഫയിൽ ആണ് നമ്മൾ ഉള്ളത്. ഈ പ്രാവശ്യത്തെ അറഫയിൽ പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. ഉച്ച സമയത്ത് ആരും എന്ത് ചെയ്യരുത്, പുറത്തിറങ്ങരുത്, അതികഠിനമായ ചൂടുണ്ട് എന്നൊക്കെ ഉണ്ട്. എന്തായാലും ഒരു വൈകുന്നേര സമയത്തോടു കൂടി അല്പം ഒന്ന് പുറത്തിറങ്ങിയാൽ, ഇൻഡിവിജ്വലായി സ്വന്തമായിട്ട് നിന്ന് ശരിക്ക് കരഞ്ഞ് 2 കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി പറയാനുള്ളതൊക്കെ റബ്ബിന്റെ മുന്നിൽ സങ്കടപ്പെട്ട് പറയാൻ പറ്റുന്ന ഏറ്റവും സന്ദർഭം. ഞാൻ വിചാരിക്കുന്നു പ്രിയപ്പെട്ടവരെ, ആ ഒരു ദിവസം ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കാത്ത ദിവസമായിരിക്കും. അറഫ എന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു സന്ദർഭമാവണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ റബ്ബിനോട് ഏറ്റവും അധികം അടുത്തു നിന്ന് വർത്തമാനം പറയുന്നത് പോലെയാണ് ഇത് അറഫയുടെ ആ സന്ദർഭത്തിൽ. അതുകൊണ്ട് തന്നെ പറയാനുള്ളത് റബ്ബിനോട് സന്തോഷത്തോടെ, അങ്ങേയറ്റത്തെ താല്പര്യത്തോടെ, ഹൃദയ സാന്നിധ്യത്തോടെ കൃത്യമായി പറയണം. ഒരു ക്ഷീണവും ഉണ്ടാവരുത് എന്നുള്ളതാണ്. ആ ക്ഷീണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അറഫ നോമ്പ് നിങ്ങൾ എടുക്കേണ്ടതില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് കൽപ്പിച്ചത്. സഹാബികൾക്കൊക്കെ സംശയം ഉണ്ടായി, നബിക്ക് നോമ്പുണ്ടോ എന്ന്. അറഫ ദിവസത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നോമ്പുണ്ടോ എന്നൊരു സംശയം. കാരണം ഇത് 10 ദിവസമാണല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണല്ലോ. അപ്പൊ റസൂലുള്ള നോമ്പെടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നൊരു സംശയം. സഹാബികൾ ചർച്ചയായി. ചില ആളുകൾ പറഞ്ഞു നബിക്ക് നോമ്പുണ്ട് എന്ന്, ചില ആളുകൾ പറഞ്ഞു അല്ല നബിക്ക് നോമ്പില്ല. അപ്പൊ എന്ത് ചെയ്തു? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽപ്പെട്ട ഒരാൾ, അത് ഉമ്മു സലമ ബീവിയാണ് എന്നും പറയപ്പെടുന്നുണ്ട്, വേറെ ആളൊന്നുണ്ട്. അവരെന്ത് ചെയ്തു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാല് കൊടുത്തു വിട്ടു. ഒരു പാത്രത്തിൽ കുറച്ച് പാല് കൊടുത്തു വിട്ടു. നബി കുടിക്കുകയാണെങ്കിൽ നോമ്പില്ലല്ലോ. മൈമൂന റളിയല്ലാഹു അൻഹ കാണാം, അന്ന നാസൻ ശക്കൗ ഫീ സിയാമിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ അറഫ ഫഅർസലത് ഇലൈഹി ബിഹലബ് വഹുവ വാഖിഫുൻ ഫിൽ മൗഖിഫ് ഫശരിബ മിൻഹു വന്നാസു യൻദുറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്ന് അറിയാനായി പ്രവാചകന്റെ പത്നിമാരിൽ ഒരാൾ പാല് കൊടുത്തു വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാല് വാങ്ങി കുടിച്ചു. എല്ലാവരും കണ്ടു. അപ്പൊ മനസ്സിലായി പ്രവാചകന് നോമ്പില്ല. അപ്പൊ എന്തുകൊണ്ടാണ് നോമ്പില്ലാതെ വരാൻ കാരണമെന്ന് വെച്ചാൽ, അതിന് പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അന്നഹു യതഖവ്വ ബിദാലിക അല ദുആ വതളറു വതദല്ലു ലില്ലാഹി തആല വയസീദു നശാതുഹു ഫി ഹാദൽ മൗഖിഫിൽ അലീം. ആ സ്ഥലത്ത് ഏറ്റവും നന്നായി നശാത്ത് അഥവാ നല്ല ഊർജ്ജസ്വലതയോടെ, അങ്ങേയറ്റത്തെ തദല്ലുലോടെ, അള്ളാഹുവിന്റെ മുന്നിൽ കീഴൊതുങ്ങിക്കൊണ്ട്, ഭക്തിയോടെ, ബഹുമാനത്തോടെ, ആദരവോടെ, നല്ല കരുത്തായിട്ട് നിന്ന് എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. അതിനു വേണ്ടിയാണ് എന്ത് ചെയ്യുക? അന്ന് നോമ്പെടുക്കുക. എല്ലാത്തിനും പിന്നിൽ ഒരു ഹിക്മത്ത് ഉണ്ട് കേട്ടോ. ഞാൻ ഓരോന്ന് പറയും ഇൻഷാ അല്ലാഹ്. അപ്പോ നോമ്പില്ലാതിരിക്കലാണ് വേണ്ടതെന്നാണ്. അതുകൊണ്ടാണ് ഹാജിമാരെന്ത് ചെയ്യണ്ട, നോമ്പ് എടുക്കേണ്ടതില്ല എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഇങ്ങനെ ഈ രൂപത്തിൽ ഇങ്ങനെ പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടണം. സൂര്യാസ്തമയം ഉറപ്പിച്ചു. അടുത്തതാണ് 6ാമത്തെ കാര്യം. സൂര്യാസ്തമയം ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നേരെ അവിടുന്ന്
സൂര്യൻ അസ്തമിച്ചു എന്നുറപ്പായാൽ നേരെ മുസ്ദലിഫയിലേക്ക് പോരണം. അതോടുകൂടി അറഫയിലെ ദിവസത്തെ ഒരു ഭാഗം അവസാനിക്കുന്നു. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ അറഫ ദിവസത്തിൽ ചില ആളുകൾ അബദ്ധങ്ങൾ ചെയ്യാറുണ്ട്. അറഫ ദിവസത്തിൽ ചില ആളുകൾ എന്ത് ചെയ്യും, ചില അബദ്ധങ്ങളൊക്കെ കാണിച്ചു വെക്കാറുണ്ട്. അറഫ ദിവസത്തിൽ ആളുകൾ ചെയ്യുന്ന ചില അബദ്ധങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോകാൻ പോണത്. അത് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, നമുക്ക് ബാധകമല്ലാത്തൊരു സംഗതിയാണ് ഈ അറഫയിൽ നിൽക്കുന്നത്, അറഫയുടെ പുറത്ത് നിൽക്കുക. മിക്കവാറും ആളുകളൊക്കെ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കാട്ടോ, അറഫയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ചു നേരമെങ്കിലും എന്ത് ചെയ്യണം, നിൽക്കണമെന്നതാണ്. റസൂലുള്ളാഹിന്റെ അടുത്തൊരു സഹാബി വന്ന് പറയുന്നുണ്ട്, അതെവിടെ മുസ്ദലിഫയിൽ എത്തിയതിനു ശേഷമാണ് വന്ന് പറയുന്നത്. അവിടെ മുസ്ദലിഫയിൽ എത്തിയ സമയത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറയുന്നത്, നബിയെ ഞാനിങ്ങനെ വന്നപ്പോ ഏതാണ് സ്ഥലമെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, കണ്ട മലയിലൊക്കെ കയറി നിന്നിട്ടുണ്ട്, ഇന്നെ അവിടെ നിന്നു ഇവിടെ നിന്നൊക്കെ നിന്നിക്കണ് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ കൂടെ ഈ നിസ്കാരത്തിൽ പങ്കെടുക്കുകയും ഇന്ന സ്ഥലത്ത് നിൽക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഹജ്ജ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോ അറഫയിൽ എവിടെയെങ്കിലും നിൽക്കണം എന്ന് ഉറപ്പാണ്, അറഫ ആയ സ്ഥലത്ത് തന്നെ നിൽക്കണം. പക്ഷെ പലപ്പോഴും ഹാജിമാര് അത് ശ്രദ്ധിക്കാതെ എവിടെങ്കിലും ഒക്കെ നിൽക്കും. അതോടൊപ്പം തന്നെയാണ് ചില ആളുകൾ മല അന്വേഷിച്ചു പോവുക. ഏത് മല? ജബലുർ റഹ്മ എന്ന മല. യഥാർത്ഥത്തിൽ ജബലുർ റഹ്മ എന്ന മല, ആ മലയില് പ്രത്യേകത ഒന്നുമില്ല. ആ മലയിൽ ചില ആളുകൾ അതിന്റെ മേലെ കയറി നിൽക്കണം, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു കല്ലുമ്മലെങ്കിലും എന്ത് ചെയ്യണം, ഒന്ന് തൊട്ടാലേ നമ്മുടെ ആ അറഫക്ക് ഒരു പൂർത്തീകരണം എന്ന് വിചാരിച്ചിട്ട് അതുമലേക്ക് പോകുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ആ മല അങ്ങനത്തെ ഒരു പ്രത്യേകത ഉള്ള മലയെ അല്ല. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിട്ടുണ്ട്, അതിന്റെ ഒരു താഴ്വാരത്ത് നിന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരാൾ അവിടെ പോയി നിന്നു എന്നിട്ട് കുറ്റമൊന്നുമില്ല. പക്ഷെ ആ മലയിൽ കയറലോ അവിടെ ഇരിക്കലോ, അവിടെ ഇരുന്നാലാണ് അറഫ ഏറ്റവും ഭംഗിയാവുക എന്നതോ ഇല്ലാത്ത കാര്യമാണ്. അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആശയത്തിന് വിരുദ്ധമാണ്. ആ മലയിൽ കയറിയിട്ട് നിസ്കരിക്കുക, അവിടെ പോയിട്ട് എന്തെങ്കിലും ദുആ ചെയ്യുക, അവിടെ നിന്ന് ദുആ ചെയ്യുമ്പോഴാണ് പ്രാധാന്യം കിട്ടുക. ആ മലയുടെ നേരെ നിൽക്കുക, ഇതൊന്നും ഹാജിമാര് ചെയ്യാൻ പാടുള്ളതല്ല. കാരണം അതൊക്കെ ഖിലാഫ് സുന്നയാണ്. ഇനി മറ്റൊന്നാണ്, പലപ്പോഴും നമ്മൾ ഹാജിമാര് ചെയ്തു പോകുന്ന സംഗതികൾ. അവിടെ നമുക്ക് ഉച്ച കഴിഞ്ഞത് മുതൽ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിസ്കാരവും അവിടുത്തെ പ്രസംഗവും എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ പിന്നെന്താ, ഫുൾ ടൈം പ്രാർത്ഥനയുടെ സമയമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളണേ, ഇപ്പോഴൊക്കെ ശക്തമായി ചൂടായതുകൊണ്ട് പുറത്തിറങ്ങാൻ സമ്മതിക്കുന്നില്ല. മറ്റൊരാളുകൾ അപ്പൊ തന്നെ നീ പുറത്തിറങ്ങിയിട്ട് പോകും. അല്ലല്ല, അവിടെ കഴിഞ്ഞുകൂടാൻ നിർത്തുള്ളൂ. അപ്പൊ ശരിക്ക് അറഫയിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, കുറേ സമയമുണ്ട്. അപ്പൊ കുറേ സമയം ഇങ്ങനെ തന്നെ ഇരിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോണമെന്നില്ലല്ലോ, കുറച്ച് പ്രാർത്ഥിക്കും. പിന്നെന്താ ചെയ്യാ, പിന്നെ ചെയ്യേണ്ടത് ധാരാളമായി പരിശുദ്ധ ഖുർആൻ ഓതുക, അല്ലെങ്കിൽ ദിക്ർ, അങ്ങനത്തെ കുറെ സംഗതിയിലേക്ക് ആളുകൾ എന്ത് ചെയ്യും, അങ്ങനെ വ്യാപൃതരും. അല്ലെങ്കിൽ കുറെ നിസ്കരിക്കാൻ പോവുക. ഇതൊന്നും അവിടെ ഇല്ല. അവിടെ ചെയ്യേണ്ട പ്രാർത്ഥന എന്തുള്ളൂ, പ്രാർത്ഥിക്കൽ മാത്രമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ പിന്നെ കുറച്ച് സമയമില്ല, അന്ന് 2 കേസ് നിസ്കരിച്ചേക്കാം. അങ്ങനത്തെ നിസ്കാരം ഒന്നും അവിടെ ഇല്ല. അങ്ങനത്തെ നിസ്കാരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുമില്ല. അവിടെ ചെയ്യേണ്ടതെന്നാണ്, ഈ ദുആ ചെയ്യുക, തൽബിയത്ത് ചൊല്ലുക, തക്ബീർ ചൊല്ലുക തുടങ്ങുന്ന സംഗതികളുമായിട്ട് മാത്രമാണ് എന്ത് ചെയ്യുക, ബന്ധപ്പെടുക. മറ്റൊന്നാണ്, സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യുക, പോരുക. അറഫയിൽ നിന്ന് പോരുക നമ്മളെ ടെന്റിൽ നിന്ന് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല. ഇപ്പൊ നമുക്ക് ട്രെയിനിൽ പോകണം, നമ്മൾ ട്രെയിനിൽ കയറണം, മെട്രോ കയറണം. നമ്മൾ സൂര്യാസ്തമയത്തിന് ശേഷം നമ്മുടെ ടെന്റിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് ഉദ്ദേശിച്ച പോലെ സംഗതി നടക്കൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു 5 മണിയോടുകൂടി അല്ലെങ്കിൽ 5:30 എന്ത് ചെയ്യും, അവിടുന്ന് പതുക്കെ നടന്ന് ഈ റെയിൽവേന്റെ ഒക്കെ അടുത്തായിട്ട് അതിന്റെ വിഷയങ്ങൾ കൃത്യമായിട്ട് ഇൻഷാ അല്ലാഹ് നൗഷാദ് സാഹിബ് വിശദീകരിച്ചു തരും. അപ്പൊ എന്തായാലും അതിന്റെ റൂട്ട് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്തേക്ക് നമ്മൾ നിൽക്കും. അപ്പോൾ ഒരിക്കലും അറഫയുടെ പുറത്തല്ല, അറഫയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, സൂര്യാസ്തമയം വരെ നിൽക്കും. അത് കൃത്യമാണ്. പക്ഷെ അറഫയുടെ പുറത്തേക്ക് പോകുന്ന നേരത്തെ ഇറങ്ങി പോകുന്ന പരിപാടി ശരിയല്ല. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയത്തിന്
വിരുദ്ധമാണ് എന്നത് കൂടി നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഇനി അതിന്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമാണ് മുസ്ദലിഫയിലേക്കുള്ള യാത്ര. മുസ്ദലിഫയിലേക്കുള്ള യാത്രക്ക് വേണ്ടി ബേജാറായി അങ്ങോട്ട് ഓടി ബാളൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ പതുക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, അവിടുന്ന് പോകേണ്ടത്. വളരെ സാവധാനവും വളരെ സമാധാനത്തോടെയുമാണ് അറഫയിൽ നിന്ന് പോകേണ്ടത്. അത് ആ രൂപത്തിലൊക്കെയുള്ള ശ്രദ്ധ നമുക്ക് ഉണ്ടാവണം. കാരണം ഇത് ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ലെവലങ്ങ് മാറും. പിന്നെ നമ്മൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്താൽ ശരിയാവൂല, അത് ചെയ്താൽ ശരിയായില്ലേ, അങ്ങോട്ട് പോകണ്ടേ ഇങ്ങോട്ട് പോകണ്ടേ, ആ ബേജാറൊന്നും ഉണ്ടാവരുത്. നമ്മളൊരു ടീമായിട്ടായിരിക്കും പോവുക. അപ്പൊ കൃത്യമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എല്ലാവരും ഒരേ രൂപത്തിലായിരിക്കണം എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകേണ്ടത്. അതിൽ എക്സാഗ്രേഷൻ പാടില്ല. ഒരാൾ കുറച്ച് കൂടുതൽ അങ്ങോട്ട് കാണിച്ചാൽ അങ്ങോട്ട് പോയിരിക്കട്ടെ, അല്ല, എല്ലാവരും ഒരേപോലെ കൃത്യമായിട്ട് ആ വിഷയം ചെയ്യണമെന്നതാണ് ഉണർത്താനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറഫയുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറയാനുള്ള ഒറ്റ വാക്ക്, അറഫയുടെ സമയം അവസാനിക്കുന്നത് മഗ്രിബോട് കൂടി അല്ല. കാരണം മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ അറഫ ഇല്ല എന്നല്ല. അറഫ ഏതുവരെ ഉണ്ട്? പിറ്റേ ദിവസം ഫജ്ർ വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും രൂപത്തിൽ സംഭവിച്ചില്ല, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നമുക്ക് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ പറയണ്. പലപ്പോഴും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മളവിടെയൊക്കെ. ഇപ്പൊ മുത്തൂഫിന്റെ വണ്ടി കാത്തു നിന്ന്, ബസ് കാത്തു നിന്ന്, മര്യാദക്കുള്ളൊരു മുത്തൂഫ് അല്ലെങ്കിൽ ഓല തോന്നിയ പോലൊക്കെ അങ്ങനെ ആണെങ്കിൽ ഈ ബസ് വരാൻ പറഞ്ഞ് വൈകി. ചിലപ്പോൾ നമ്മള് സമയത്തും കാലത്തും ഇവിടെ എത്തിക്കണമെന്നില്ല, അറഫയിൽ തന്നെ എത്തിക്കണമെന്നില്ല. ഇനി അപ്പൊ അവസാനം എന്ത് ചെയ്യാ, ആളുകൾ അറഫയിൽ പോയിട്ട് നമ്മൾ എത്തിയിട്ടില്ല, അറഫയിൽ എത്തിയിട്ടില്ല നോക്ക. ആളുകൾ അറഫയിൽ നിന്ന് പോകുന്നു, എന്നിട്ട് നമ്മൾ അറഫയിൽ എത്തിയിട്ട്, നമ്മൾ അറഫയിൽ എത്തുന്ന രാത്രിയാണെന്ന് സങ്കല്പിച്ചോളി. നമ്മൾ അറഫയിൽ എത്തുന്നത് രാത്രി. ഇതൊരു പോസിബിൾ ആണെന്നൊന്നും പറയുന്നതല്ല ഞാൻ, പക്ഷെ വിഷയം മനസ്സിലാക്കി വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളാകെ തശ്വീശായി ബേജാറായി ഉള്ളതൊക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ അവിടെ നിന്ന് ചിലപ്പോൾ ആരെ കൈ കിട്ടുന്ന ഓന് രണ്ടെണ്ണം കൊടുത്ത് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവണ്ട. മനസ്സിലായോ? അപ്പോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം, അവിടെ കേട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ അടുത്ത് നേരത്തെ വന്ന ആ സംഭവം ഞാൻ വിശദീകരിച്ച് പറയാം. 2 ഹദീസുകൾ. അബ്ദുറഹ്മാൻ ഇബ്നു യഅ്മർ ഹദീസ് പറയാം. അദ്ദേഹം പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നബിയെ ഹജ്ജ് എങ്ങനെയാണ്? അപ്പൊ റസൂൽ പറയാൻ, അൽ ഹജ്ജു അറഫ ഫമൻ ജാഅ ഖബ്ല സ്വലാത്തിൽ ഫജ്ർ മിൻ ലൈലത്തി ജംഇൻ ഫഖദ് തമ്മ ഹജ്ജുഹു. റസൂലുള്ളാഹിന്റെ സ്വരീഹായ വാക്കാണ്. എന്താ റസൂൽ പറഞ്ഞത്? അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. ഫമൻ ജാഅ ഖബ്ല സ്വലാത്തിൽ ഫജ്ർ മിൻ ലൈലത്തി ജംഇൻ, ലൈലത്തുൽ ജംഅ്, ലൈലത്തുൽ ജംഅ് എന്ന് പറഞ്ഞാൽ മുസ്ദലിഫയുടെ രാത്രിയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി പറഞ്ഞത്? അതായത് മുസ്ദലിഫയ്ക്ക് 3 പേരുണ്ട്. 1 ജംഅ്, 2 മുസ്ദലിഫ, 3 മശ്അറുൽ ഹറാം. ഈ 3 പേരും ആരുടേതാണ്? മുസ്ദലിഫയ്ക്കുള്ള പേരാണ്. മശ്അറുൽ ഹറാം എന്ന് പറഞ്ഞാൽ അത് മുസ്ദലിഫയിൽ ഒരു ഭാഗം മാത്രമാണ് എന്നല്ല. മുസ്ദലിഫയ്ക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണെന്ത്? മശ്അറുൽ ഹറാം. അതുപോലെ ജംഅ് എന്ന് പറയും, കാരണം അവിടെയാണ് എന്തുള്ളത്, അവിടെയാണ് നമ്മൾ മഗ്രിബ് ഇശയും കൂടെ ജമ്മാക്കി നിസ്കരിക്കുന്ന, എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു പ്രദേശം. ആളുകൾ എല്ലാവരും അവിടെ മബീത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന, അപ്പൊ ജംഅ്. പിന്നെ അതിന്റെ മറ്റൊരു പേരാണ് മുസ്ദലിഫ. അപ്പൊ റസൂല പറയാണ്, ആ ജംഇന്റെ ആ അവിടെ മബീത്ത് ചെയ്യുന്ന രാത്രിയുണ്ട്, ആ രാത്രിയില് അത് രാത്രി നിന്നുള്ള ഫജ്ർ, അതിന്റെ സുബഹി, ആ സുബഹിക്ക് മുമ്പ് ഒരാൾ അറഫയിലെത്തിയാൽ ഫഖദ് തമ്മ ഹജ്ജുഹു, അയാളുടെ ഹജ്ജ് പൂർത്തിയായിട്ടുണ്ട്. വീണ്ടും പറയാണ്, മൻ ഷഹിദ സ്വലാത്തന ഹാദിഹി, മൻ ഷഹിദ സ്വലാത്തന ഹാദിഹി വവഖഫ മഅനാ ഹത്താ നദ്ഫഅ വഖദ് വഖഫ ബിൽ അറഫ ഖബ്ല ദാലിക ലൈലൻ ഔ നഹാറൻ ഫഖദ് തമ്മ ഹജ്ജുഹു വഖളാ തഫ്സഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. അപ്പോൾ സ്വാഭാവികമായും അയാൾ ആ ഫജ്റിന് മുമ്പുള്ള രാത്രിയിൽ എപ്പോഴെങ്കിലും അവിടെ നിന്നാൽ, ഫജ്ർ കഴിഞ്ഞാലോ ഇല്ല, നടക്കൂല. അറഫയിൽ ഒരാൾ എത്തിയത് ഫജ്റിന് ശേഷമാണെങ്കിലോ
നടക്കൂല. ദിവസം മാറി അപ്പൊ നടക്കൂല. അതുകൊണ്ട് രാത്രിയിലാണെങ്കിലും അവിടെ എത്തിയാൽ മതി എന്ന് തന്നെയാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ബഹളം ഉണ്ടാക്കാതെ, പ്രശ്നം ഉണ്ടാക്കാതെ വളരെ സാവധാനമാണ് പോരേണ്ടത്. വളരെ സക്കീനത്തോടെ പോകണം. ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ വരുന്ന സമയത്ത് ആളുകള് ബഹളം ഉണ്ടാക്കിയപ്പോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചാട്ടയടിക്കലും മൃഗത്തള്ളലും ഒച്ച ഉണ്ടാക്കലും ഒക്കെ കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ സക്കീന, സാവധാനം മതി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത പണി എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു, നേരെ മുസ്ദലിഫയിലേക്ക് വന്ന്, മുസ്ദലിഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് മഗ്രിബ് 3 റക്അത്തും ഇശാ 2 റക്അത്തുമായി ജംഉം ഖസ്റുമാക്കി നിസ്കരിച്ചു. മനസ്സിലായോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് അങ്ങനെയാണ്. ഒരു വാങ്കും 2 ഇഖാമത്തും കൊടുത്തു. അങ്ങനെയാണ് ജമ്മും ഖസ്റുമാക്കി നിസ്കരിക്കുമ്പോൾ. ജമ്മാക്കി നിസ്കരിക്കുമ്പോൾ നിയമം എന്താണ്? ഒരു വാങ്കും 2 ഇഖാമത്തുമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബും ഇശാഉം അവിടുന്ന് നിസ്കരിച്ചു. ഹദീസുകളൊക്കെ ആ വിഷയത്തിൽ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പോരുമ്പോൾ ഇടക്കൊന്ന് മൂത്രമൊഴിക്കാൻ മുട്ടി. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മ ബലഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ലൈസർ അല്ലദീ ദൂന മുസ്ദലിഫ അനാഖ ഫബാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന വഴിക്ക് ഒരു പ്രദേശത്ത് അവിടെ എത്തിയപ്പോൾ പ്രവാചകന് ഖലാഉൽ ഹാജത്തിന് വേണ്ടി പോയി. നബി തങ്ങൾ അവിടെ നിന്ന് മൂത്രമൊഴിച്ചു. അത് കഴിഞ്ഞ് വൃത്തിയായിട്ട് വന്നു. അപ്പം ഒളു എടുക്കാൻ വേണ്ടി കൊടുത്തു. അപ്പൊ പെട്ടെന്നൊരു ഒളു എടുത്തു. സമ്പൂർണമല്ലാത്ത രൂപത്തിലൊരു ഒളു, പൂർണ്ണമല്ലാത്ത രൂപത്തിലൊരു ഒളു. അത് ഹദീസിൽ കാണാം. അങ്ങനെ ലഘുവായ ഒരു ഒളു എടുത്തു. അപ്പൊ കൂടുതലുള്ള ആളുകൾ പറഞ്ഞു, അത് റിപ്പോർട്ട് ചെയ്ത ഉസാമത്ത് ബിൻ സീദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പറഞ്ഞു, നബിയെ അസ്സലാ യാ റസൂലല്ലാഹ്, നബിയെ നമ്മളിങ്ങോട്ട് പോകുന്നു, നിസ്കാരത്തിന് സമയമായിട്ടുണ്ട്, നിസ്കരിക്കണ്ടേ? അപ്പൊ റസൂൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തു അമാമക്, നിസ്കാരം കുറച്ച് മുന്നിട്ട് പോയിട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്തു? നേരെ വന്നു മുസ്ദലിഫയിൽ, ഹത്ത അത്തൽ മുസ്ദലിഫ, മുസ്ദലിഫയിലെത്തി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇറങ്ങി. അവിടുന്ന് എന്ത് ചെയ്തു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണമായ വുളു അവിടുന്ന് എടുത്തി. പൂർണ്ണമായ വുളു അവിടുന്ന് എടുത്തു. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഒരു പോയിന്റ് അതിനൊന്ന് പഠിക്കാനുണ്ട്. സാധാരണ ഒന്ന് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു വുളു എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ട് പെട്ടെന്ന്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഖലാഉൽ ഹാജത്ത് നിർവഹിക്കാണ്. അപ്പൊ പുറത്തോടെ ഒരാൾ ഇങ്ങനെ പോയപ്പോൾ നബിതങ്ങൾ ആണ് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞു. നബിതങ്ങൾ അവിടുന്ന് കഴിഞ്ഞ് പുറത്തിറങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? അവിടുത്തെ ഭിത്തിയിൽ കൈകൊണ്ടടിച്ച് തയമ്മം ചെയ്തിട്ട് റസൂൽ പറഞ്ഞു, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നുവെച്ചാൽ പ്രവാചകന്റെ ഒരു ശൈലി എന്ന് വെച്ചാൽ എപ്പോഴും ഒരു ശുദ്ധിയിൽ കഴിഞ്ഞുകൂടുക എന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപം. അതുകൊണ്ടാണ് ഒളു എടുത്ത് ഈ മൂത്രം വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തത്? ഒരു ലഘുവായ ഒളു എടുത്തത്. എന്നാൽ നിസ്കാരത്തിന് വേണ്ടി നബി തങ്ങൾ എന്ത് ചെയ്തു? ഇസ്ബാഗാണ് ചെയ്യുക. ഇസ്ബാഗുൽ വുളു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും കൈകാൽ മുഖം കയറ്റി കഴുകി ഒളു എടുക്കുന്നതിനാണെന്ന് പറയാം, ഇസ്ബാഗുൽ വുളു എന്ന് പറയാം. അത് ചെയ്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? നിസ്കാരത്തിലേക്ക് നിന്നു. അങ്ങനെ നിസ്കാരം നിർവഹിച്ചു. മഗ്രിബ് 3, ഇശാ 2. ആ നിസ്കാരം കഴിഞ്ഞ് അശാ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? കിടന്നുറങ്ങി. അവിടെ കിടന്നുറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരൊറ്റ പണിയില്ല അവിടെ. സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുക, അതില്ല. ദിക്റോ തസ്ബീഹോ തഹ്ലീലോ ചൊല്ലി, അതില്ല. അത് കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പണി അവിടെ എന്ത് ചെയ്തു? ഏതുവരെ? ബഅദ അൻ സ്വല്ലൽ മഗ്രിബ വൽ ഇശാ ഇൽതജഅ ഹത്താ തത്ലുഅൽ ഫജ്ർ. ഫജ്ർ സ്വാദിഖ് വെളിവാകുന്നതുവരെ നബി തങ്ങൾ ഉറങ്ങായിരുന്നു. അതിനിടയിൽ ഒരു നിസ്കാരമോ ദിക്റോ തസ്ബീഹോ ഒന്നുമില്ല. ആകെ ചെയ്യേണ്ട പണി ഉറങ്ങുക. മുസ്ദലിഫയിൽ എന്തേ പണി എന്ന് ചോദിച്ചാൽ ഒറ്റക്കാരിയുള്ളത് വരിക, മഗ്രിബ് വിഷയങ്ങൾ നിസ്കരിക്കുക, എന്തെങ്കിലും തിന്നാൻ കിട്ടുകയാണെങ്കിൽ തിന്നാ, നിലം തൂത്ത് തുടക്കുക,
കിടന്നുറങ്ങിക്കോളാം, വേറൊരു വർത്താനം ഇല്ല. ആ മണ്ണൊക്കെ ഒന്ന് തൂത്ത് ഉടച്ചിട്ട് അവിടെ കിടന്നോളി. നൗഷാദ് പായൊക്കെ എടുത്ത് പിന്നെ ബെഡൊക്കെ എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഷീറ്റൊക്കെ ഇട്ടിട്ട് അതെന്താ കിട്ടണം അവിടെ കിടന്നുറങ്ങുക, അത്ര തന്നെ. മനസ്സിലായോ? ആ രൂപ അതൊക്കെ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും എന്ത് ചെയ്യാ, അവിടെ വന്ന് കിടന്നുറങ്ങാം, വേറെ പണിയൊന്നുമില്ല, അവിടെ കിടന്നുറങ്ങാം. ഇനി അഥവാ നമ്മളൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ അവിടെ തിരക്കിൽ പെട്ട് നിങ്ങൾ 4 വഴിക്ക് പോയി എന്ന് വെച്ചോളി, എന്നാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പണി തന്നെ എടുക്കേണ്ടത് അവിടെയും. മനസ്സിലായ? ഇതൊക്കെ ഇങ്ങനെ തന്നെ പണിയെടുക്കുക. വരിക, എവിടെയെങ്കിലൊക്കെ തൂത്ത് കൊടുക്കുക, അവിടെ കിടന്നുവിടുക, കിടന്നു ഉറങ്ങുക, വേറൊരു പണിക്ക് നിൽക്കരുത്. മനസ്സിലായോ? വേറെ വർത്താനം പറഞ്ഞിരിക്കാം, മറ്റേന്തെങ്കിൽ ദിക്റ് ചൊല്ലിരിക്കാം, സ്ഥലമല്ലേ, മുസ്ദലിഫല്ലേ, കുറച്ചു നേരം ദുആ ഇരുന്നിട്ട് ഇരിക്കാം. അത് ആദ്യം ഒന്നും പറ്റൂല, കിടന്നുറങ്ങിക്കോളെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളത്. എന്തിനാണ് അങ്ങനെ ചെയ്തത്? അതിന് പണ്ഡിതന്മാർ ആ വിഷയത്തെ വിശദീകരിച്ച് പറഞ്ഞു. എന്തിനാണ് നേരത്തെ തന്നെ ഉറങ്ങിക്കോണം എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമില്ലാതെ നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങണം. എന്തിനാണ്? ലിയകൂന നശീതൻ ലിഅദാഇ മനാസികൽ ഹജ്ജ് യൗമുൻ നഹർ لفعل النبي صلى الله عليه وسلم فإنه بعد أن صلى المغرب والعشاء التجأ حتى تطلع الفجر. എന്തിനാണത്? അടുത്ത ദിവസം കുറേ പണിയാനുണ്ട്. നേരം വെളുത്തത് മുതലേ വൈകുന്നേരം വരെ നീളുന്ന പണികൾ ഉണ്ടാവും. ചിലപ്പോ അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നല്ല നശാത്ത് വേണം. അതിന് രാത്രി ഭംഗിയായി ഉറങ്ങണം. അതിന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്ത് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, അവരവിടുന്ന് ഉറങ്ങാണ് വേണ്ടത്. ഇനി ഒരു പോയിന്റ് കൂടെ പറയട്ടെ. അവിടുന്ന് പിന്നെ നമ്മൾ പോകേണ്ടത്, തിരിച്ചു പോരുന്നത് സുബഹി കഴിഞ്ഞ് നമ്മൾ നേരം പുലർന്നു തുടങ്ങുമ്പോൾ, അഥവാ സൂര്യോദയത്തിന് മുമ്പ്. ശ്രദ്ധിക്കണം കേട്ടോ, ഫജ്ർ സാദിക്ക് കഴിഞ്ഞ് സൂര്യോദയത്തിന് മുമ്പ്, അതിന് മുമ്പാണ് നമ്മൾ അവിടുന്ന് പുറപ്പെടുക. അപ്പൊ നേരം പരപരാന്ന് വെളുക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടില്ലേ, അതിനാണ് ഇസ്ഫിറാർ എന്ന് പറയാം. ആ സമയമാകുമ്പോൾ അവിടുന്ന് പുറപ്പെടണം. അതുവരെയുള്ള സമയം മഷ്അറുൽ ഹറാം എന്നൊരു പള്ളി അവിടെ ഉണ്ട്. മനസ്സിലായോ? ഈ മഷ്അറുൽ ഹറാമിന്റെ അടുത്ത് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞു മുസ്ദലിഫ മുഴുവനും മഷ്അർ തന്നെയാണ്. അപ്പോ നമ്മൾക്ക് ആ പള്ളിയുടെ അടുത്തേക്ക് പോകാൻ സൗകര്യമില്ല, മൊത്തം ഇതാണ് എങ്കിൽ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്നിട്ട് എന്ത് ചെയ്യണം? ഖിബലക്ക് നേരെ തിരിഞ്ഞിട്ട് കുറച്ചു നേരം പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയൊക്കെ നടത്തണം. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ പോരുക. എന്നാൽ സ്ത്രീകൾ, പ്രയാസമുള്ള സ്ത്രീകൾ, പുരുഷന്മാരെ കൂട്ടത്തിൽ പ്രയാസമുള്ള പുരുഷന്മാർ, അത്തരം ആളുകളെ നേരത്തെ തന്നെ അവരെന്ത് ചെയ്യാം, അതായത് രാത്രിയുടെ പകുതി കഴിഞ്ഞാൽ അവരെ അവിടുന്ന് റിലീസ് ചെയ്യാം. മനസ്സിലായോ? അതിന് കൂടെ പോകാനുള്ള കരുത്തുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കും പോകാം. ശ്രദ്ധിച്ചോ ഞാൻ പറഞ്ഞത് കേട്ടാ. സാധാരണ നമ്മളെ ഗ്രൂപ്പിലൊന്നും അങ്ങനെ ചെയ്യലൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അതെന്താ, നമ്മളെ കൂട്ടത്തിൽ വയസ്സായ ഉമ്മമാർ 2-3 ആളുകളുണ്ട്. ഓൽക്ക് ആ രാത്രി മുഴുവൻ അവിടെ നിന്ന് പിന്നെ രാവിലത്തെ ആ നടത്തത്തിലേക്ക് പ്രയാസം ഉണ്ടെങ്കിൽ അവരെന്ത്, അല്ലെങ്കിൽ പുരുഷന്മാരെ കൂട്ടത്തിൽ 2-3 ആളുണ്ട്, ഓലെയൊക്കെ തടുത്തുകൂട്ടി നല്ല കരുത്തുള്ള 2-3 ആളുകൾ അവരെയും കൊണ്ട് രാത്രി പകുതി കഴിഞ്ഞാൽ അവർക്ക് പോകാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അനുവാദം കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെ? പ്രവാചക പത്നിമാർക്കും കൊടുത്തിട്ടുണ്ട്, മറ്റുള്ളവർക്കും അത് നൽകിയിട്ടുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ഹദീസിൽ കാണാം, ഇസ്തഅ്ദനത്ത് സൗദത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത ജംഇൻ അൻ തദ്ഫഅ ഖബ്ല ഹതമത്തിൻ നാസ്. സൗദ ബീവി കുറച്ചൊരു സമീനത്താണ്, പ്രായം കുറെ ഏറെ ആയതിന്റെ ശാരീരികമായ കുറച്ച് തടിയും ഒക്കെ ഉണ്ട്. അപ്പൊ ആളുകളൊക്കെ തിങ്ങി തിരിഞ്ഞ് പോകുന്നതിന്റെ കൂട്ടത്തിൽ പോകൽ പ്രയാസമാണ് സൗദ ബീവിക്ക്. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, നബിയെ ഞാൻ കുറച്ച് നേരത്തെ പോയാലോ എന്ന്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞ് അവിടുത്തെ ഭാര്യയെ പറഞ്ഞയച്ചു. അവര് പോയി. അവര് നേരത്തെ രാത്രി പകുതിക്ക് ശേഷം അവര് പോയി എന്ന് മാത്രമല്ല, ഫജ്റിനോട് കൂടി അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് കല്ലേറ് നടത്തി അവര്
ടെന്റിലേക്ക് എത്തുകയും ചെയ്തു എന്ന് കാണാം. മാത്രമല്ല വേറെയും ചില ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വേറെയും ചില ഹദീസുകളിലൊക്കെ എന്തുണ്ട്, അങ്ങനെയുണ്ട്. മാത്രമല്ല അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു കാന അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു യഖ്ദും ضعفة أهله فيقفون عند المشعر الحرام بالمزدلفة بليل فيذكرون الله ما بدا لهم ثم يرجعون قبل أن يقف الإمام وقبل أن يدفع فمنهم من يقدم منا لصلاة الفجر ومنهم من يقدم بعد ذلك فإذا قدموا رموا الجمرة وكان ابن عمر أرخص في ذلك رسول الله صلى الله عليه وسلم. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ കുടുംബത്തിൽപ്പെട്ട തന്നെ ദുർബലരായ ആളുകൾക്ക് നേരത്തെ പോകാനുള്ള അവസരം ഉണ്ടായി കൊടുക്കുകയും കൂടെ പോയാണ് ഇബ്നു അബ്ബാസിനെ പോലുള്ള ആളുകൾ കൂടെ പോയതുപോലെ ഹദീസിൽ കാണാം. പോയിട്ട് എന്ത് ചെയ്യാം, അവിടേക്ക് നേരത്തെ അവരെ കൊണ്ട് കല്ലെറിയിപ്പിച്ച് നേരെ അങ്ങോട്ട് എന്ത് ചെയ്യുക, സേഫ് ആക്കുക. ഇത് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയോ? ഇതെന്ത് ചെയ്യാം, ചെയ്യാവുന്നതാണ്. അത് ഈ രൂപത്തിൽ നമ്മൾക്ക് അങ്ങനെ പ്രശ്നം വന്നാൽ എന്ത് ചെയ്യാം, പോകാം. അപ്പോ അവരെ കൊണ്ടുപോകാൻ ഒരാളെ വേണ്ടേ? അപ്പൊ കരുത്തുള്ള ഒരാൾക്ക് അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളെ കൂടെ പോയാൽ അയാൾക്കും പോകാവുന്നതാണ്. അതുകൊണ്ട് അയാൾക്ക് രാപ്പാർത്തില്ലല്ലോ എന്ന പ്രശ്നമൊന്നുമില്ല. ഒരു മുന്തസിഫില്ലയിൽ അഥവാ അർദ്ധരാത്രിക്ക് ശേഷം അവർക്ക് പോകാം. നമ്മൾ പോകുന്നത് നേരം പുലർന്നതിന് ശേഷമാണ് എന്നത് മാത്രമാണ് വ്യത്യാസം. മനസ്സിലായോ? അപ്പോ ഇത്രയും കാര്യങ്ങൾ മുസ്ദലിഫയുമായി ബന്ധപ്പെട്ട്. ഇനി മുസ്ദലിഫയിൽ നിന്ന് കല്ല് പെറുക്കുക എന്നതൊരു വലിയ ദൗത്യമായിട്ട് ആളുകൾ കാണലുണ്ട്. എന്ത് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവിടെ നിസ്കരിച്ച് പിന്നെ മഷ്അറിന്റെ അടുത്ത് എന്ത് ചെയ്യാം, അല്ലല്ല സുബഹിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ കല്ല് പെറുക്കേണ്ടത് എവിടെ നിന്നാ നമുക്ക് ഭയങ്കര സംശയം ഉണ്ടാവില്ല. കല്ല് പെറുക്കേണ്ടതിന് നിശ്ചയിക്കപ്പെട്ട സ്ഥലമൊന്നുമില്ല. മുസ്ദലിഫയെന്നും എടുക്കാം, മിനയെന്നും എടുക്കാം. ഇനി ഒരാള് അന്ന് പിറ്റേന്ന് രാവിലെ ജംറത്തുൽ അഖബയിൽ എറിയാനുള്ള കല്ല് അത് 7 എണ്ണം മുസ്ദലിഫയിൽ നിന്ന് പെറുക്കുകയാണെങ്കിൽ ഹസൻ, നല്ലതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ദലിഫയിൽ നിന്ന് പോയതിന് ശേഷമാണ് എന്ത് ചെയ്ത്, ഇടയ്ക്ക് നിർത്തിയിട്ട് പറഞ്ഞു കുറച്ച് കല്ലെടുത്തു കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തോന്നുന്നു, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കല്ലെടുത്ത് കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. അത് എവിടെ നിന്നായിരുന്നു? അത് മുസ്ദലിഫയിൽ നിന്നല്ല, മിനയിൽ നിന്നായിരുന്നു. അപ്പൊ കല്ലെടുക്കുക എന്നുള്ളൊരു ദൗത്യമൊന്നും അല്ലട്ടാ. ഇനി എല്ലാവരും പിന്നെ ചില ആളുകൾ കല്ല് അവിടുന്ന് തന്നെ പെറുക്കി എടുക്കണം എന്നത് എടുത്തോളിയും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവിടുന്നേ എടുത്താലേ ശരിയാകുമെന്നൊന്നുമില്ല. എവിടുന്നും എടുക്കാം, മുസ്ദലിഫയിൽ നിന്നും എടുക്കാം, മിനയിൽ നിന്നും എടുക്കാം. പിന്നെ 7 കല്ലുകളാണ് നാളത്തേക്ക് ആവശ്യം, അല്ലേ? നാളത്തേക്ക് ആവശ്യം എത്ര ഉള്ളൂ? 7 കല്ലുകളെ ഉള്ളൂ. ആ 7 കല്ലെടുത്താൽ മതി. ആ കല്ല് കഴുകണമെന്നില്ല, കല്ല് കഴുകി വൃത്തിയാക്കണമെന്നൊന്നും ഇല്ല. ചില ആളുകളൊക്കെ കല്ലെടുത്ത് അതിൽ കുറച്ച് മണ്ണൊക്കെ ഉണ്ടാവും, അത് കൈകൊണ്ട് ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒക്കെ ചെയ്തെന്ന് ചില ഹദീസുകളിൽ കാണാം. അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അവിടുന്ന് കല്ലെടുത്തു എന്നത് മാത്രമേ ഉള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവതരമായി സഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുത്ത ചില കാര്യങ്ങളുണ്ട്. അതിലെന്താ, നിങ്ങൾ ഒരിക്കലും ഉലുവ് കാണിക്കരുത്. യാ അയ്യുഹന്നാസ് ഇയ്യാകും വൽ ഗുലുവ ഫിദ്ദീൻ ഫഇന്നമാ അഹ്ലക മൻ കാന ഖബലകും അൽ ഗുലുവ ഫിദ്ദീൻ. ജനങ്ങളെ, നിങ്ങൾ ഒരിക്കലും മതത്തിൽ അതിര് കവിയരുത്. കാരണം മുൻഗാമികൾ നശിക്കാനുള്ള കാരണം മതത്തിൽ അതിര് കവിഞ്ഞതാണ്. അപ്പൊ നബിതങ്ങൾ ചെയ്യാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് തോന്നാം. എന്നിട്ട് കല്ലെടുത്തിട്ട് അത് കഴുകി വൃത്തിയാക്കി വെച്ച് അതിൻ്റെ ഒരു പ്രത്യേക ഒരു അതൊന്നുമില്ല. അവിടുന്ന് ഒരു 7 കല്ലെടുക്കുക. അതെങ്ങനത്തെ കല്ല്? ഒരു കടലേന്റെ വലിപ്പം ഉണ്ടാവുള്ളൂ അതിന്. അപ്പൊ ശരിക്കും എറിയാൻ തന്നെയാണോ സംശയം ഉണ്ടാവും. എറിയാനായിട്ട് നമ്മൾ കല്ലെടുക്കണ എത്രയല്ല കല്ല്, ഇങ്ങനത്തെ കല്ലെടുക്കുക. അത്യാവശ്യം ഒരു വലിപ്പമുള്ള കല്ലൊക്കെ ആയിരിക്കും എറിയാൻ എടുക്കുക. അപ്പൊ ഇത് എറിയാനല്ല, പിന്നെന്താണ്, ഞൊട്ടലാണെന്ന് പറയാ. നമ്മളെ നാട്ടിൽ ഞൊട്ടെന്ന് പറയും. ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഇടല് മാത്രമാണ്, എറിയലല്ല. അപ്പൊ ചെറിയ കല്ലുകൾ നോക്കിയാണ് എടുക്കേണ്ടത്. ആ കല്ലുകൾ എടുത്താൽ
അത് മുസ്ദലിഫയിൽ നിന്ന് എടുക്കാം. പിന്നെ ഓരോ ഏറിയനും പോകുമ്പോൾ മിനയിൽ നിന്നും എന്ത് ചെയ്യാം, നമ്മൾ താമസിക്കുന്നിടത്തുനിന്നും എടുത്തു പോകാം എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം. പക്ഷെ ഇവിടെല്ലാം ഈ അറഫയിൽ നമ്മൾ തൽബിയത്ത് എന്നത് ദുൽഹിജ്ജ 8 ആ ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം തൽബിയത്ത് തുടങ്ങി ഈ പറയപ്പെടുന്ന എല്ലാ സ്ഥലത്തും എന്ത് വേണം, തൽബിയത്തുണ്ടാവണം. ചില ആളുകൾക്ക് അറഫ നിങ്ങോട്ട് പോന്നാൽ പിന്നെ എല്ലാം കഴിഞ്ഞു, പിന്നെ മുസ്ദലിഫയിലെത്തി, പിന്നെ അവിടെ നിന്നിട്ട് മനയിലേക്ക് എത്തിയാൽ തോന്നിയ പോലെ അല്ല. തൽബിയത്ത് ഉറക്കെ ചൊല്ലിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഏതുവരെ ജംറത്തുൽ അഖബയിൽ എറിയാൻ വരുന്നത് വരെ, ജംറത്തുൽ അഖബ എത്തുന്നത് വരെ തൽബിയത്ത് വേണം. അവിടെയാണ് അത് അവസാനിക്കുക. മനസ്സിലായോ? അവിടെയാണ് അത് അവസാനിക്കുക. ഇതിനിടയിൽ വാദി മുഹസ്സിർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. വാദി മുഹസ്സിർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് എത്തുമ്പോൾ അല്പം സ്പീഡ് നടക്കണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾക്കൊന്നും ആ സ്ഥലം കാണാനും അറിയാനും ഒന്നും കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ അത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കണില്ല. നമ്മൾ മെട്രോയിലാണെങ്കിൽ ഇനി ബസ്സിലാണെങ്കിലും നമ്മൾ ആരുന്നില്ല ആ സ്ഥലത്തേക്ക് പോവുകയോ അറിയുകയില്ല. എന്തായാലും ആരെങ്കിലും നടന്നു വരുന്ന ആളുകൾ അത്തരം സ്ഥലത്തെത്തിയാൽ അവരെന്ത് ചെയ്യണം, കുറച്ച് സ്പീഡിൽ നടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്പീഡിൽ നടന്നതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോ മബീതു ബി മുസ്ദലിഫയിലെ രാപ്പാർക്കുക എന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ചില ആളുകൾ ചെയ്യുന്ന അബദ്ധങ്ങൾ ഞാൻ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു. ഉറങ്ങാതിരിക്കുക, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് വേറെന്തെങ്കിലും ദിക്റോ തസ്ബീഹോ ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുക, തുടങ്ങുന്ന സംഗതികളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല. അവിടെ എത്തിയാൽ കിടന്നുറങ്ങുക, പിറ്റേന്ന് സുബഹിസ്കരിക്കുക, അവിടെ നിന്ന് നേരം പുലരുവോളം പ്രാർത്ഥിക്കുക, സൂര്യോദയത്തിന് മുമ്പ് എങ്ങോട്ട് ജംറയിലേക്ക് ലക്ഷ്യം വെച്ച് പോരുക. പിന്നെ വന്നാൽ ജംറത്തിൽ അന്നത്തെ ദിവസം അഥവാ യൗമുൻ നഹറാണ് ഇനി പറയാൻ പോണ 10ാമത്തെ ദിവസം. അത് ഞാനൊന്ന് പറഞ്ഞു വെക്കും, ബാക്കി പിന്നീട് വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. ഏതായാലും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശരിയായ രൂപത്തിൽ പോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ഗുണപരവും ലളിതവും നമ്മൾക്ക് പ്രയാസമില്ലാത്ത രൂപത്തിലും ഹജ്ജ് എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ ആയി ചെയ്യാൻ വേണ്ടി അല്ലാഹു റസൂൽ കൽപ്പിച്ചതാ. ആ രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നിനും എന്തില്ല കടുംപിടുത്തം പിടിച്ചിട്ട് അങ്ങനെയൊന്നും പ്രശ്നമാക്കിയിട്ടില്ല, ഫ്രീ ആക്കി തന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ശരിയായ രൂപത്തിൽ അല്ലാഹു റസൂൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിലൂടെ തന്നെ പോകാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഏറ്റവും ഹൃദയ സാന്നിധ്യത്തോടു കൂടി ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.